ഹായ് ഫ്രണ്ട്സ്, ഇനി പിടിക്കാണ്ടൂന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞങ്ങൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് കാന്തമ്പാറ വാട്ടർഫോൾസ് ആണ്. ഞങ്ങളുടെ വയനാട്ടിൽ തന്നെ ഉള്ളതാണ് കേട്ടോ. ചെറിയൊരു വെള്ളച്ചാട്ടം. ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. പിന്നെ ഇവിടെ പെരും മഴയായിരുന്നു കേട്ടോ രാവിലെ തൊട്ട്. പെരുമഴ എന്ന് പറഞ്ഞ ഒരുതരം ഇങ്ങനെ ചാറ്റിക്കൊണ്ടേ നിൽക്കുക. പിന്നെ ഇടയ്ക്കൊരു മഴ പെയ്യും. അങ്ങനെ അതിനാലെ രാത്രി തൊട്ട് ആ ഒരു അവസ്ഥ തന്നെയായിരുന്നു. അപ്പൊ അത് കാരണം ഞങ്ങൾക്ക് കാണാൻ പോകാനൊന്നും പറ്റിയില്ല. ഞങ്ങള് ഇപ്പൊ പോവാണ് കേട്ടോ. ഞങ്ങൾ അതുകൊണ്ട് കൊച്ചിനെ കൊണ്ടുപോകുന്നില്ല. മഴയൊക്കെ ചിലപ്പോ അവിടെ അട്ടയ്ക്കൊക്കെ സാധ്യത ഉണ്ടാവും. അപ്പൊ അത് കാരണം ഞങ്ങള് കൊച്ചിനെ കൊണ്ടുപോകുന്നില്ല കേട്ടോ. വീട്ടിൽ തന്നെ ഇവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് കുഴപ്പമില്ലാത്തതുകൊണ്ട് വീട്ടിൽ നിർത്തിയിട്ടാണ് പോകുന്നത്. ഇപ്പൊ അവിടെ ഉറങ്ങുകയാണ്. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആണ്ടൂര് എന്ന് പറഞ്ഞൊരു സ്ഥലത്തിയെ നല്ല മൂടിയ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെയാണ്. രാവിലെ തൊട്ട് മഴയായിരുന്നു. ഇവിടെ ഒന്നും വലിയ കാര്യമായിട്ട് പെയ്തിട്ടില്ലാന്ന് തോന്നുന്നു അല്ലേ? അതെല്ലേ. ഞങ്ങളവിടെ ഫുൾ ടൈം ഒരുതരം മൂടിയ ഒരുതരം കാലാവസ്ഥയാണ്. പിന്നെ ഞങ്ങൾ അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത് കേട്ടോ. അപ്പൊ ഞങ്ങൾ പിന്നെ എന്തായാലും വീഡിയോ എടുക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാ. നല്ല മേഘങ്ങളൊക്കെ കറുത്ത് മൂടിയൊക്കെയാണ് ഇരിക്കുന്നത്. നമുക്ക് പോവാം. ഇതോ നമ്മുടെ എന്താണ് വേസ്റ്റ് ബോക്സ് ആണ് കേട്ടോ. അത് എവിടുന്ന് നമ്മുടെ പഞ്ചായത്തിൽ നിന്നൊക്കെ ശേഖരിക്കുന്നല്ലേ? ഞങ്ങളുടെ പഞ്ചായത്തിൽ നിന്നൊക്കെ ശേഖരിക്കുന്നത് അതുപോലെ ഒരു പ്ലാസ്റ്റിക്കും കാര്യങ്ങളെല്ലാം അങ്ങനെ ഒരു ബോക്സിലാക്കി വെക്കും കേട്ടോ. അതിനെ കൊണ്ടുപോയി എന്തോ ചെയ്യും തോന്നുന്നല്ലേ? അത് ആന്ധ്രാപ്രദേശിലേക്ക് കയറ്റിവിടുക ചെയ്യുന്നത്. ഇവിടെ കത്തിക്കുന്നില്ല, പ്ലാന്റ് ഇല്ല. അങ്ങോട്ട് കയറ്റി അതിന് വേണ്ടിയിട്ടായിരിക്കും ഇവിടെ സ്റ്റോർ ചെയ്യുന്നത് അല്ലേ? ഓരോ പഞ്ചായത്തിലും വന്ന് ഓരോ വീട്ടിലും വന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. വീടിന്റെ മുറ്റത്ത് വന്ന് എടുത്തോണ്ട് പോകും ഹരിത കർമ്മസേന. ഇത് ഞങ്ങളുടെ നാട്ടിലെ റിപ്പൺ ഏരിയ ആണ് കേട്ടോ. ഇവിടെ അരപ്പറ്റ എസ്റ്റേറ്റ് ആണ്. ഇത് ഫുള്ള് ആൾക്കാർ ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ നിർത്തുന്ന ഒരു തേയില ഇതാണ് കേട്ടോ. അതാ പോകുന്നുണ്ടോ, ഫോട്ടോ എടുക്കാൻ പോകുന്നുണ്ടോ അവര്? ഞാൻ പറഞ്ഞു തീർന്നില്ല. ഇവിടെ ഞാൻ ഇവിടുന്ന് ക്ലാസ്സിൽ പോകുന്ന സമയം ഉണ്ടല്ലോ, ഞങ്ങള് രാവിലെ പോകുന്ന സമയത്ത് ഇവിടെ ഫുള്ള് കോടയായിരിക്കും. ഒന്നും കാണാൻ പറ്റില്ല. ചെറിയൊരു കോടയുണ്ട് അല്ലേ? ഞാൻ പോകുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അതേ അങ്ങനത്തെ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് എവിടുന്ന് തിരിഞ്ഞെന്ന് പറഞ്ഞു കൊടുത്തില്ലല്ലോ. നമ്മള് വടുവഞ്ചാല വന്നിട്ട് കോഴിക്കോട് റോഡ്. കോഴിക്കോട് കോഴിക്കോട് റൂട്ട് മേപ്പാടി. അത് തന്നെ കോഴിക്കോട് മേപ്പാടി പോകുന്ന വഴിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വഴിയിലാണ് നമ്മുടെ എസ്റ്റേറ്റ് അല്ല, കാന്തമ്പാറ വാട്ടർഫോൾസ്. അതൊരു ചെറിയ വാട്ടർഫോൾസ് അല്ലേ? കേരളത്തിൽ ശരിക്കും അല്ല, വയനാട്ടിലുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയൊരു വാട്ടർഫാൾ ആണ്. എന്നാലും ടൂറിസ്റ്റ് സ്പോട്ട് ആണ്. പിന്നെ അത് മാത്രല്ല, ഇത് ഇല്ല തേയിലയും കോടമഞ്ഞും നല്ല ഭംഗിയുള്ള മഴയും ചാറ്റുന്നുണ്ട്. ചെറുതായിട്ട് മഴയും ചാറ്റുന്നുണ്ട്. ഇനി നമ്മള് ഇത് കാന്തമ്പാറ കാണാൻ പോകുമ്പോ നമ്മുടെ കാലിൽ കൂടെ അട്ടമമ്മമാര് വരും. മഴയായിരുന്നില്ലേ? അങ്ങനെയാണ് ഈ ഒരു മഴ പെയ്തപ്പോഴേ ഈ മഴയുള്ളപ്പോ പോവാന്ന് പറയാൻ കാരണം എന്താ അറിയാം? നല്ല ഭംഗി. മഴ പെയ്യുമ്പോ നല്ലൊരു വ്യൂ ആയി. രാവിലെ വെയിലൊന്നും ഇല്ലല്ലോ. പക്ഷെ ഇതിപ്പോ മഴ പെയ്ത അട്ട ഉണ്ടെങ്കിൽ പണി പാടും. ആ കുഴപ്പമില്ല, അട്ട കയറിയ കയറട്ടെ, കുറച്ച് ചോര കുടിക്കട്ടെ അല്ലേ? വേറൊരു കാര്യം അറിയോ? നമ്മുടെ ചുണ്ടയിൽ നിന്നാണ് ഈ റൂട്ടിലേക്ക് കേറുന്നത്. ചുണ്ടയിൽ നിന്ന് റൈറ്റ് എടുത്താൽ നമ്മൾ മേപ്പാടി വഴിയാണ് വടുവഞ്ചാലിൽ വരിക. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ വഴിയാണ്. കാരണം എന്താ അറിയോ? ഇവിടെ നല്ല പ്രകൃതി ഭംഗിയാണ്. ഈ തേയിലൊക്കെ നിൽക്കുന്നുണ്ടല്ലേ? ഈ തേയിലേന്റെ ഒക്കെ എസ്റ്റേറ്റിന്റെ ഒക്കെ നടുക്ക് കൂടെയുള്ള വഴിയാ. അത് രാവിലെ സമയത്തൊക്കെയാണ് നമ്മൾ ഇതിലെ വരുന്നെങ്കിൽ ഭയങ്കര ഒരു ഫീലാ. അങ്ങനത്തെ ഒരു വഴിയായത്. മറ്റേന്ന് പറഞ്ഞാൽ നമ്മള് കൽപ്പറ്റ ടൗണ് അങ്ങനെ കയറി കാക്കവയൽ അങ്ങനെ വരുമ്പോ അതൊരു ഇതില്ല. ഫുള്ള് വണ്ടികളും ബഹളവും ഒച്ചപ്പാടും. ഇത് പക്ഷെ അങ്ങനെയല്ല, ഇത് വല്ലാത്തൊരു ഫീലാ ഈ വഴി. ഇടയ്ക്ക് ഇതേപോലെ നമ്മൾ രാത്രി ഒരു 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെയൊക്കെ കോട ഇറങ്ങും. ഭയങ്കരമായിട്ട് മൂടും. ഇതിലാണ് നമ്മുടെ വിംസ് ഹോസ്പിറ്റലൊക്കെ വരുന്നത്. നമുക്ക് ആകെ രക്ഷയുള്ളത് വയനാട്ടിൽ ഇപ്പൊ മെഡിക്കൽ കോളേജ് ഇല്ല. പേരുണ്ട്, പേരെഴുതിയ ബോർഡുണ്ട് മെഡിക്കൽ കോളേജ്, വയനാട് മെഡിക്കൽ കോളേജ്. അതിനെ കുറിച്ച് നമ്മൾ അധികം പറയേണ്ട ആവശ്യമില്ല. വെറുതെ എന്തിനാ വയനാട്ടുകാരുടെ മനസ്സിൽ ഒന്നും കൂടി തീ കോരിയിടുന്നത്? അതെ നമുക്ക് അങ്ങനെ പോവാം. ഇതിപ്പോ റിപ്പൺ എത്തി കേട്ടോ. നമ്മള് റിപ്പൺ ടൗൺ എത്തിട്ടോ. ഇവിടുത്തെ ഒരു മെയിൻ ഇതെന്താന്നറിയോ? ഇവിടെ നല്ല നമ്മുടെ ഇത് ഉണക്കുന്ന നല്ല നമ്മുടെ ഇതാണ് കേട്ടോ. ഇത് തന്നെയാണ്. ഇതല്ല, നീ തൊട്ടിപ്പുറത്ത് വരുന്നത്. ഞാനിങ്ങനെ ക്ലാസ്സിൽ പോകുമ്പോ വലിച്ച് കയറ്റാറുണ്ട്.
നല്ല മണാ ആ ഒരു സമയത്ത് ഈ ഉണങ്ങുന്ന ഇതെല്ലാം വല്ല കഞ്ചാവാണോ? രാവിലെ സമയത്ത് ഇവിടെ ഉണക്കുന്നത് നല്ല ഇതാണ് ഏലക്ക ഉണക്കുന്നത്. അത് വേണേ നമുക്കൊന്ന് ഇറങ്ങിയാലോ? ഏലക്ക ഉണക്കുന്ന മെഷീനും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് എടുക്കാം. ഞങ്ങളങ്ങനെ ഏലക്ക ഉണക്കുന്ന സ്ഥലത്ത് ഇറങ്ങി കേട്ടോ, ഏലം സംസ്കരണ കേന്ദ്രം. പക്ഷെ ഇവിടെ ഇറങ്ങിയപ്പോ തന്നെ നല്ല പായസത്തിന് ആൻസി നല്ല പായസത്തിന് മണല്ലേ. നമുക്ക് ആ ചേച്ചിമാരോടൊന്ന് ആണോ? നമുക്ക് ആ ചേച്ചിമാരോടൊന്ന് ചോദിക്കാം. അല്ല ചേച്ചിമാരോടൊന്ന് ചോദിച്ചിട്ട് വരാമോ? അല്ലാണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്നത് ശരിയല്ല. അപ്പൊ ഞങ്ങൾ അപ്പുറത്ത് ചേച്ചീന്റെ അടുത്ത് പോയി ചോദിക്കുന്ന വീഡിയോ എടുക്കണം എന്നാണ്. പക്ഷെ ചേച്ചി പറഞ്ഞു ഞങ്ങളെ വീഡിയോ എടുക്കരുത് കേട്ടോ, വീഡിയോയിൽ വരാൻ ഭയങ്കര മടിയാന്ന്. അപ്പൊ അവരെ ഒരു ഫാൻ വിപണന കേന്ദ്രവും സംഭവം ഔട്ട്ലെറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ആൻസിക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആൻസി നമുക്ക് വിവരിച്ച് തരുന്നതായിരിക്കും. ആ ഇത് കണ്ടോ, ഇതൊക്കെ ഓരോ ക്വാളിറ്റിയിലുള്ള ഏലക്കയാണ് കേട്ടോ. എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത്? ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിന്റെ അകത്തേക്കാണ് നമ്മള് ഏലക്ക ഇടും പച്ച. അതിനൊരു ടൈം ഉണ്ട്. ആ ടൈം ചേച്ചി പറഞ്ഞില്ലല്ലോ. ഈ ആൻസി ഇവിടത്തെ ആളാട്ടോ, ഈ ഫാക്ടറിയിലെ ആളാണ്, തേയില ഫാക്ടറിയിലെ. അല്ല തേയിലാന്ന് വായില് തേയിലാന്നല്ലേ വരുന്നത്. ഇതൊക്കെ സംഭവം ഇതൊക്കെ ഉണ്ടല്ലോ. ആ ഇതാണ് നമ്മളിപ്പോ ആ കണ്ട മെഷീനില്ല, അതിൻ്റെ അകത്ത് സാധനം ഏലക്ക ഇട്ടിട്ടുണ്ട്. അത് വർക്ക് ചെയ്തോണ്ടിരിക്കുക, അതുകൊണ്ടാണ് ഞങ്ങൾ അത് തുറക്കാറ്. പക്ഷെ ഇത് കണ്ടോ, ഇത് തന്നെയാണ് സംഭവം. ഈ സംഭവമാണ് അവിടെ വരുന്നത്. ആ ഇത് രണ്ടിലും ഇടും, അതേപോലെ അതിലും ഇടും കൂടുതൽ സാധനം വരുമ്പോൾ. ഇതാണ് ഏലക്ക, ഇത് ഉണങ്ങി വെച്ചേക്കുന്ന ഏലക്ക കേട്ടോ. ഇവിടെയൊക്കെ ഓരോ കർഷകർ കൊണ്ടുവന്നിട്ട് ഉണങ്ങാൻ വേണ്ടി കൊണ്ടുവരുന്ന. അതേപോലെ ഇതിന്റെ ബേക്കില് ഇത് കണ്ടോ, ഈ മെഷീൻ ഉണ്ട്. ഈ മെഷീൻ എന്ന് പറഞ്ഞാൽ ഇത് വിറകുമുട്ടി കിടക്കുന്നുണ്ട്. ഈ വിറകുമുട്ടിയിലാണ് ഇത് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അവിടെ ഉണ്ട് കേട്ടോ വലിയൊരു ഇത്. അതിന്റെ പൊടി കളയുന്നതും ഇവിടെ തന്നെ ഉണ്ട്. നല്ലൊരു മണം കേട്ടോ. ഓരോരുത്തർ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിന്റെ പേര് എഴുതിയിട്ട് വെച്ചേക്കുന്നുണ്ടോ ഉണക്കിയിട്ട്. ഇവിടെ ഒരുപാട് ഏലക്ക കൃഷിക്കാരുണ്ട് അല്ലേ, ഏലം കൃഷിക്കാര്. മേപ്പാടി ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ആ അത് തീയിടുന്ന ഇതിലല്ല, ഇത് കരണ്ട്, അത് ബേക്കില്. അപ്പൊ ഇതാണ് നമ്മളിപ്പോ എടുത്ത ഫാക്ടറി കേട്ടോ. ഇവിടെ സുഗന്ധദ്രവ്യങ്ങൾ, ഫാഷൻ ഫ്രൂട്ടിന്റെ സാധനങ്ങൾ, അങ്ങനെ എല്ലാവിധ സാധനങ്ങളും ഉണ്ട് കേട്ടോ. സ്പൈസസ് ഹൗസ് എന്നാണ് പറയുന്നത്. ഞങ്ങൾ ശരിക്കും അങ്ങോട്ടോ കേട്ടോ പോണ്ടേ. ഞങ്ങൾ ഇത് കണ്ടോണ്ട് ശരിക്കും നമ്മൾ വണ്ടി നിർത്തി ഇങ്ങോട്ട് തിരിഞ്ഞു. ആൻസി പോവാ. ഞങ്ങൾ അതെല്ലാം എടുത്തിട്ട് വണ്ടി കയറിട്ടോ. കാരണം ഇതിന്റെ ഉടമ അവരല്ല, അവര് ശരിക്കും അപ്പുറത്തുള്ള സ്റ്റാഫുകളാണ്. അവര് നമുക്ക് ജസ്റ്റ് വന്ന് കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. അതാണോ അതിന്റെ ശരിക്കുള്ള സ്റ്റോറി, അങ്ങനെയാണോ അത് ചെയ്യുന്നത്, അങ്ങനെയല്ല ചെയ്യുന്നത്, അങ്ങനെയാണോ എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല കേട്ടോ. ചേച്ചി എങ്ങനെ പറഞ്ഞു തന്നോ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു. ചേച്ചിയാണ് ഈ വീഡിയോയിലിട്ട് വരുമോ ഇല്ല. അപ്പോ അങ്ങനെ തന്നെയാണോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. അവര് പറഞ്ഞത് വെച്ചാണ് ഞങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നത്. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം, കമന്റ് ഇടണമെന്ന് പറയരുത്, ക്ഷമിക്കണം. കാന്തമാരക്കുള്ള വഴി തിരിഞ്ഞു കേട്ടോ. അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് സൈഡിലും നല്ല കാപ്പിക്കുരു പൂത്തതല്ല, പഴുത്ത് കിടക്കുക. പൂത്തിട്ടുണ്ട് അല്ലേ. കാപ്പിക്കുരു ഒക്കെ പഴുത്ത് ഇങ്ങനെ കിടക്കുക കേട്ടോ. ഈ മഴ പെയ്യുന്നോണ്ട് കാപ്പി കർഷകരാണ് ഈ പ്രാവശ്യം കുടുങ്ങിയേക്കുന്നത്. കാരണം എന്താ പറയാ, ഉണങ്ങാനും കറക്റ്റ് പറിക്കുന്ന സമയത്ത് മഴ പെയ്യും, പിന്നെ ഇത് ഉണങ്ങാൻ പറ്റില്ല. അപ്പൊ ഇത് എങ്ങനെയെങ്കിലും നമുക്ക് ഇതുപോലെ ഡ്രയർ വാങ്ങിയാലോ, കാപ്പിക്കുരു ഉണങ്ങുന്ന ഡ്രയർ ഉണങ്ങി കൊടുക്കാം അല്ലെ. അല്ല അതുകൊണ്ട് ചിലവര് ചെയ്യും. എന്നാ പിന്നെ ഈ ഏലം ഉണക്കുന്നുണ്ട്. അല്ല ഈ ഏലം ഉണക്കുന്നവർക്ക് അങ്ങനെ ഒരു ബുദ്ധി എന്തുകൊണ്ട് തോന്നുന്നില്ല കാപ്പിക്കുരു ഉണക്കി കൊടുക്കാൻ. ഏലം പോലെയല്ലേ, ഏലം 1-2 ചാക്ക് വരും. ഇത് അങ്ങനെയല്ല, ഇത് ചാക്ക് കണക്കിന് വരും. എങ്ങനെ വാങ്ങും? 2 മെഷീനും കൊണ്ട് പെടൂലേ? പെട്ടുപോകും. നമുക്ക് കാന്തമാല വാട്ടർഫോൾസ് കാണാം. അല്ല നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ പുറ്റാടില്ലേ, പുറ്റാട് ഭാഗത്ത് ഈ കാപ്പി സർക്കാരിന്റെ തന്നെ ഉണ്ടായിരുന്നു. അത് ഈ കാപ്പി എടുത്തിട്ട് അവര് പൾപ്പ് ചെയ്ത് പരിപ്പായിട്ട് കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. പച്ചക്കാപ്പി എടുക്കും, അത് പഴുത്ത കാപ്പി. ഓ ഇപ്പോഴേ പൂട്ടിപ്പോയി. അതൊക്കെ പൂട്ടുമല്ലോ. അതാണ് നമ്മള് വാട്ടർഫോൾസിന്റെ അടുത്തേക്ക് എത്തി കേട്ടോ. ഈ താഴെയായിട്ട് കാണുന്നതാണ് അതിന്റെ ടിക്കറ്റും കൗണ്ടറും ഒക്കെ താഴെയാന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് വണ്ടി അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം കാണാം. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. അഡൽസിന് വരുന്നത് 40 രൂപ കേട്ടോ. അതേപോലെ പിള്ളേർക്ക് വരുന്നത് 20 രൂപ. അത്രേ ഉള്ളൂ ചാർജൊക്കെ, ടിക്കറ്റ് ചാർജൊക്കെ. പിന്നെ നമ്മൾ ഈ പോകുന്നതിൻ്റെ സൈഡിൽ കൂടി വെള്ളം ഒഴുകുന്നുണ്ടോ, അവിടുന്ന് നമ്മളിപ്പോൾ കയറിയോടത്തുനിന്ന് ഒരു
100 മീറ്റർ അങ്ങ് പോകാനുണ്ട്. 100 മീറ്റർ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് ശരിക്കും കാന്തമ്പാറ വാട്ടർഫാൾസ് അവിടെയാണ്. ഇപ്പോൾ സൈഡിൽ കൂടി നടക്കാനുള്ള സംഭവം കാര്യങ്ങളൊക്കെ നല്ല സൂപ്പറായിട്ട് വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ കഴിഞ്ഞ ദിവസം പോയ വെള്ളച്ചാട്ടം പോലെ അല്ലല്ലോ, ഇത് ഫുള്ള് കോൺക്രീറ്റിൻ്റെ അല്ലേ, കല്ലല്ലേ. ആ ഇവിടെ വേണേ ഇരിക്കാം. ദേ ഇത് നോക്ക്, ഇവിടുന്നൊക്കെയാണ് ഈ വെള്ളം താഴേക്ക് എത്തുന്നുണ്ട്. സാധാരണ നമ്മൾ ഇതിനു മുമ്പ് കണ്ട വെള്ളച്ചാട്ടങ്ങളൊക്കെ എങ്ങനെയായിരുന്നു നാൻസിക്ക് ഓർമ്മയുണ്ടോ? ഇല്ല. അതായത് ഇവിടെ ഇറങ്ങുമോ? ഇല്ല, ആ കടച്ചേക്കുക. ഇത്രയും ദിവസം കഴിഞ്ഞ ദിവസം നമ്മളെ ഏഴരക്കുണ്ട് പോയില്ലേ, അതെങ്ങനെയാ വെച്ചാൽ വെള്ളച്ചാട്ടത്തിന്റെ അടിയിൽ ഇറങ്ങിയിട്ട് നടന്ന് മേളിൽ പോകണം. എന്നിട്ട് അങ്ങനെയായിരുന്നു വെള്ളച്ചാട്ടം കാണുന്നത്. പക്ഷെ ഇത് നേരെ തിരിച്ചാട്ടോ. തിരിച്ചെന്ന് പറഞ്ഞാൽ നമ്മള് മേളിൽ നിന്ന് വെള്ളം ഒഴുകി താഴേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മൾ അങ്ങോട്ട് താഴേക്ക് ആ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്കാണ് ഇപ്പൊ പോകുന്നത്. രണ്ടും നേരെ അങ്ങോട്ടേക്ക് കേട്ടോ. അങ്ങോട്ടൊന്നും ഇറക്കൂല, കാരണം ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ അല്ലേ. ഇതിലൊക്കെ വെള്ളം കേറി ഒഴുകുന്ന കേട്ടോ ഇതിലേക്ക്. നല്ല വെള്ളമുള്ള സമയത്തായിരിക്കും. എന്തായാലും കുട എടുത്തത് നന്നായി അല്ലേ. ഇന്ന് ഞങ്ങൾ രണ്ടും കൽപ്പിച്ച ഞങ്ങൾ കുടയൊക്കെ ആയിട്ടോ കേട്ടോ. ഇല്ലെങ്കിൽ കുട ഇല്ലെങ്കിൽ പണി കിട്ടുന്നത് ഞങ്ങൾക്ക് അറിയാം. ഇതൊക്കെ എന്താണ്, ചായക്കടയും കാര്യങ്ങളൊക്കെ ആയിരുന്നു തോന്നുന്നു കേട്ടോ. അല്ലെങ്കിൽ അതൊക്കെ അടച്ചുപോയി. പക്ഷെ ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോ ചെറിയൊരു വാട്ടർഫോൾസിന്റെ ഒരു ഇതുണ്ട് കേട്ടോ. ചെറുതായിട്ട് വെള്ളം വീഴുന്നുണ്ട് കേട്ടോ. ഇതുകൊണ്ട് ഇവിടെയൊക്കെ നല്ല ഇല്ല. ഇവിടുന്ന് ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. പക്ഷെ രസമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ, ഞാൻ പറയട്ടെ, ഇതിന്റെ താഴെ ഇറങ്ങി കുളിക്കുകയും ചെയ്യാം. കുളിക്കാല്ലേ? നമ്മള് കുളിക്കുന്നില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഒന്ന് കുളിച്ചാ. ഇനി എങ്ങനെ കുളിക്കണേ? ഇവിടെ വരെ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. അതാണ് ചേച്ചി പറഞ്ഞത് 100 മീറ്റർ ഒന്നും അല്ല. വേറൊരു കാര്യം, ഇവിടെ നമുക്ക് നല്ല ഇതൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടാണ്. ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്തേക്കുന്നത്. അവിടുന്ന് നോക്കിയെങ്കിൽ നമുക്ക് കറക്റ്റ് വെള്ളച്ചാട്ടത്തിൽ ഞാൻ ചേട്ടായിനെ ഒന്ന് കുളിപ്പിക്കും. ഞാനൊന്നും കുളിക്കില്ലേ, കുളിപ്പിക്കും. ഞാൻ വെള്ളത്തിലൊന്ന് ഇറക്കുന്നതായിരിക്കും. പിന്നെ തള്ളിയിടും. അങ്ങനെയാണെങ്കിൽ ഏഴരക്കൊണ്ട് പോയപ്പോ നമുക്ക് കുളിക്കാറുണ്ടല്ലോ. ഇന്ന് ഞാൻ തള്ളിയിടുന്നതായിരിക്കും. വേറൊരു കാര്യം ഞാൻ പറയാം, ഇന്ന് നമ്മള് തോർത്തെടുത്തിട്ടില്ല. തോർത്തുണ്ട്, വണ്ടിയിലുണ്ട്, ഉണ്ടെന്നേ. ഇല്ലെങ്കിൽ നമ്മള് വേറെ എന്തെങ്കിലും തുണി മേടിച്ചിട്ടാണെങ്കിലും നമ്മള് കുളിക്കും. മണ്ണില് ഇത് വെച്ചിട്ട് ചെയ്തേക്കട്ടോ, നല്ല ഭംഗിയുണ്ട്. നല്ല വ്യൂ ആണ്. കാര്യം കുറഞ്ഞ വെള്ളം ഒഴുകുന്നുള്ളൂ, നല്ല വെള്ളം, നല്ല വ്യൂ ആണ് അല്ലേ. ശരിക്കും നല്ലൊരു മഴയൊന്ന് പെയ്താൽ നല്ല പൊളപ്പം വെള്ളമായാലും. ഇവിടെ ആളുണ്ട് കേട്ടോ, ചെക്കിങ്ങിന് ഇരിക്കുന്നുണ്ട്. ശരിക്കല്ലേ. ഇവിടം വരെയാണ് നമ്മുടെ കാന്തമ്പാറ വാട്ടർഫാൾസിലേക്കുള്ള ദൂരം. 100 മീറ്റർ. പ്രത്യേകതര വെളുപ്പല്ലേ വെള്ളത്തിന്. വെള്ളം മേള് തൊട്ടേ ഇങ്ങനെ പറഞ്ഞു ഒഴിയാണ്. ചേട്ടന്മാരൊരു കുളിയൊക്കെ കഴിഞ്ഞ് വരുന്നതാ. ചേട്ടന്മാരെ കുളിച്ചു നോക്കല്ലോ. അവര് കുളി കഴിഞ്ഞതാ. ആണോ? നമുക്ക് ആ മൂലയിലേക്ക് പോവാം. പുള്ളിക്കാരി അവിടെ നിന്ന് പറഞ്ഞു, ഞാനവര് എടുക്കാനാ ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. നമ്മുടെ സബ്സ്ക്രൈബർ എന്നാട്ടോ പറയുന്നത്, ഹിന്ദിയാണ്. नाम क्या है? आर्यन. Place. Where are you from? We are from Maharashtra. കൊച്ചി കാണുന്ന പോലെ അല്ല കേട്ടോ. പുള്ളിക്കാരി ആ റെഡ് ഇട്ടേക്കുന്ന ഡ്രസ്സ് കണ്ടില്ലേ, ആ പുള്ളിക്കാരി നാഷണൽ പ്ലെയർ ആട്ടോ, ടെന്നീസിന്റെ. ഇന്ത്യനെ റെപ്രസെന്റേറ്റ് ചെയ്ത് കളിക്കാൻ പോയതാണ്. ഇതാണ് നമ്മുടെ എന്ത് വെള്ളച്ചാട്ടാൻറ്റി? കാന്തമ്പാറ വാട്ടർഫാൾ. വെള്ളത്തിലല്ല ഞാൻ ഇറങ്ങുന്നത്. ആൻസിക്ക് മൊത്തം ഹിന്ദി മനസ്സിലായി കേട്ടോ. ഭയങ്കര സംഭവം തന്നെ ആൻസി. നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്, നമ്മുടെ ഫാനാണ്, നമ്മളെ വീഡിയോസ് അവർ കണ്ടിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. ആ പുള്ളി വണ്ടി, ആ ചെറുക്കനുണ്ടല്ലോ, ഈ കൊച്ചു പയ്യൻ കണ്ടല്ലോ, ഈ കയറ് പിടിച്ച പോലെ, ആ പുള്ളി നമ്മൾ വണ്ടിയൊക്കെ കൊണ്ടുപോയി നിർത്തിയപ്പോൾ അമ്മ യൂട്യൂബർ എന്ന് പറഞ്ഞ് ഞങ്ങളിതൊക്കെ കേൾക്കുന്നുണ്ടാവും. ഞങ്ങളിപ്പോ വലിയ കുറച്ച് ജാടിയിട്ടൊക്കെ നടന്നു. അല്ല, നമ്മളെ ആണോ നമ്മളോട് ആണോ വർത്താനം പറയാൻ വരുമെന്ന് നമുക്ക് അറിയില്ലല്ലോ. പക്ഷെ ഉണ്ടല്ലോ ആൻസി, ഈ ഒരു സൗണ്ട് ഉണ്ടല്ലോ, ഈ വെള്ളം ഒഴുകുന്നത്, അതാണ് വല്ലാത്തൊരു വൈബായത് അല്ലേ. ആ ഒരു വൈബ് വേണോ? നമുക്ക് വെള്ളത്തിന്റെ അടുത്തേക്ക് പോയി നോക്കട്ടോ. എന്താണ് വെള്ളം ഇങ്ങനെ ഒഴുകുന്ന ഇത്ര ഒച്ച ഉള്ളതുകൊണ്ടേ കുറച്ചും കൂടി നല്ല ഒച്ചയിൽ പറഞ്ഞെങ്കിലേ കേൾക്കുള്ളൂ. ആണല്ലേ, കാരണല്ലേ. അപ്പൊ ഞാന് ഇതൊരു പ്രത്യേക പൂവ്,
നല്ല ഭംഗി പോണത്. ആകെ കരയണ ഒരു ചവന്നാറി പൂ അല്ലാണ്ട് വേറെ ഇത് ഇതിന്റെ പൂവാട്ടോ. പോവാ എന്റെ ചേ ഈ പൂവീന നല്ല ഭംഗി. പൂവീനല്ല, മൊത്തത്തില് മരത്തിന് വരുന്നതാണോന്ന് അറിയില്ലല്ലോ. കയറൊന്നും വേണ്ട. നമ്മള് വയനാട്ടുകാരാണ് ബ്രോ. വയനാട്ടുകാർ വീണാ പല്ല് പോവില്ലേ? അല്ല, അവര് പിടിച്ചങ്ങനെ അവർക്ക് ടെൻഷനാണ്. അവർക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നും വലിയ പരിചയം ഉണ്ടാവില്ല. അവര് മഹാരാഷ്ട്രയിൽ നിന്നാ, അവിടെ ഇതിലും വലിയ ഉണ്ടല്ലേ. എന്നാ പിടിച്ചിറങ്ങാല്ലേ? പിടിച്ചിറങ്ങി പല്ല് പോകും. ഇവിടെ നമുക്ക് വേണേ ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. കുളിക്കുന്നുണ്ടോ? ഞാൻ കുളിക്കും. ഇവരെല്ലാരും എന്നെ കുളിച്ചും കാണുന്നുണ്ട്. ഈ താഴെ വരെ പോവല്ലേ? ആ കയറ് പിടിച്ചങ്ങ് പോയല്ലോ അവര്. അടിപൊളിയാണ് കേട്ടോ. ട്യൂബിന്റെ അടുത്ത് പോയല്ലോ. ആ ട്യൂബിന്റെ അതിന്റെ ഒച്ച ഞങ്ങൾക്ക് കേൾപ്പിച്ചു തരാനേ പറ്റുള്ളൂ. ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല കേട്ടോ. അമ്മാര് ശബ്ദാണ്. അങ്ങോട്ട് പോകണ്ട. അങ്ങോട്ട് പോയാലേ ഇത് അത്യാവശ്യം ചെറിയ വാട്ടർഫാൾസ് ആണ്. ആരാ പറഞ്ഞേ? ഞാൻ തന്നെ പറഞ്ഞു തോന്നല്ലേ. ആണ്. ഇവിടെ ഇനി ഈ വെള്ളം ഇങ്ങനെ പോയി 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 ഇവിടെ താഴെ. അങ്ങോട്ട് വേറെ ഫാൾസ് ഉണ്ട്. പക്ഷെ അത് അവിടെ അങ്ങോട്ട് നമ്മുടെ വീടില്ലാന്ന് തോന്നുന്നുണ്ടോ? അങ്ങോട്ട് വിടില്ല. അടിപൊളി വൈബാണ് കേട്ടോ. വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുന്നില്ല. ആൾക്കാർ ഇനിയും വരുന്നുണ്ട് കേട്ടോ നമ്മുടെ അടുത്തേക്ക്. അല്ല നമ്മുടെ അടുത്തേക്കെന്നല്ല, ഇങ്ങോട്ട് കേട്ടോ. മേളീന്ന് തൊട്ട് നമുക്ക് കാണാം കേട്ടോ. വെള്ളം ഇങ്ങനെ തല്ലിത്തെറിച്ച് ഇങ്ങനെ വീഴുന്നതായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. താഴെ കിട്ടുമ്പോ വെറും പാലും വെള്ളം പോലെ വീഴുന്നത്. കറക്റ്റ് നല്ലൊരു മഴ പെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇവിടെ ഒന്നും നമുക്ക് നിൽക്കാൻ പറ്റില്ല, അത്ര വെള്ളം വരും. ഇവിടേക്കൊക്കെ നല്ല വെള്ളം തെറിച്ചിട്ടുള്ള പായലൊക്കെ കാണും. ഇവിടെയൊക്കെ നനഞ്ഞിടക്കുന്നുണ്ട്. വെള്ളം ഒഴുകുന്ന ഒരു ഏരിയ ആണ് അവിടെ. ചെറിയ ഉറവ് പോലെ. വെള്ളത്തിൽ നിൽക്കാലോ. ഞാൻ ഷൂ അടി. അങ്ങനെ നമ്മളിപ്പോ കണ്ടതാണ് കാന്തമ്പാറ വാട്ടർഫാൾസ് കേട്ടോ. കാര്യം കുഞ്ഞൊരു വാട്ടർഫാളാണ്, എങ്കിലും നല്ല സുന്ദരിയാന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ. കാണാൻ ചെറുതാണെങ്കിലേ. പിന്നെ എന്താ അറിയോ, ഇവിടുന്ന് താഴേക്ക് ആ ഒരു ഏരിയ ഇല്ലേ, അവിടുന്ന് താഴേക്ക് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടുന്ന് താഴേക്ക് നമ്മളെ വിടിയില്ലാത്തത്. അങ്ങോട്ട് ചെറിയ വെള്ളച്ചാട്ടം ഇങ്ങനെ ഇത് തന്നെ അങ്ങോട്ട് ഒഴുകി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വല്ല പോവാം. എന്താ ആൻസിക്ക് കുളിക്കാത്തതിൽ വലിയ വിഷമം അല്ലേ? എന്താ പറയാ, ആ ചേച്ചി ഒറ്റയ്ക്കാ വന്നേ, വേറെ വഴിയില്ലല്ലോ. എന്നാ പോവാ അല്ലേ? 40 രൂപ നഷ്ടമൊന്നുമില്ല. ഇവിടെയൊക്കെ ശരിക്കും കണ്ടോ നടക്കാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ വെള്ളത്തിന്റെ നടുവിൽ കൂടെ നമുക്ക് അപ്പുറത്തോട്ട് പോവുകയൊക്കെ ചെയ്യായിരുന്നേ. ആ മേളിൽ കാണുന്നതൊക്കെ ഫോറസ്റ്റ് ആണ്. അതൊക്കെ ഫോറസ്റ്റ് ആണല്ലേ. താഴേക്ക് വരുന്നത് നമ്മുടെ ഫോറസ്റ്റിന്റെ ഇതിൽ ചേച്ചി പറഞ്ഞു. അതുകൊണ്ട് താഴേക്കും ചെറിയ വെള്ളച്ചാട്ടം തന്നെ. പക്ഷെ എന്നാലും ഒരു രസം ഉണ്ടാവും. എന്താ അട്ട ഉണ്ടോ? പേടിയില്ല. അട്ടയില്ല. അട്ടേനെ പേടിക്കണ്ടേ? അത് ഇച്ചിരി ചോര കുടിക്കുന്നല്ലോ. ഒരു അട്ടേന്റെ കൊറേ എടുത്തിട്ട് ഒരു ചില്ലിലിട്ടിട്ട് നിങ്ങളെ അതിനകത്ത് ഇടും. ചത്തുപോകും. ഉള്ള ചോര മൊത്തം ഇതുങ്ങൾ പിടിച്ചാ പോയി. ആവോ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. കാട്ടുചെടികൾക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയാ. വർണ്ണിക്കാൻ പറ്റാത്ത ഭംഗി എന്നൊക്കെ പറയുന്ന ഭംഗിയാണ്. നമുക്ക് പോവാടി. പോവാം. ഞാനും പോവും. ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്ന, അതായത് കാന്തമ്പാറേന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഈ ടൂറിസത്തിന്റെ ഒരു ഉള്ളിലേക്ക് കയറുമ്പോൾ കാണുന്ന ചെറിയൊരു വെള്ളച്ചാട്ടം കേട്ടോ. ഈ വെള്ളമാണ് ഒഴുകിയിട്ട് താഴെ ആ വലിയ വെള്ളച്ചാട്ടം 100 മീറ്റർ അപ്പുറത്ത് വലിയ വെള്ളച്ചാട്ടം. ശരിക്കും ഇവിടെയൊക്കെ നമുക്ക് കുളിക്കാവുന്നുള്ള സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ മഴ ഇങ്ങനെ പ്രതീക്ഷിക്കാത്ത സമയത്ത് മഴ പെയ്യുന്നതുകൊണ്ട് ഇതെല്ലാം അടച്ചേക്കുക. കാരണം അത് നമുക്ക് സേഫ്റ്റീൻ്റെ കാര്യത്തിനുള്ളൊരു ഇതും കൂടിയാണ്. കാരണം ഇവിടുന്ന് നമ്മൾ വിട്ട് കഴിഞ്ഞാൽ ആ താഴെയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് പോവും, വലിയ വെള്ളച്ചാട്ടം പോകും അങ്ങോട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടുന്ന് ശരിക്കും അതിങ്ങനെ ക്ലോസ് ചെയ്തേക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ വിചാരിച്ചു നമ്മൾ പോയിട്ട് എന്താ കാര്യം എന്നാണ് ആൻസി ചോദിക്കുന്നത്. ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിട്ടോ, ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റും. ഇവിടെ ഓപ്പൺ ആണ് കേട്ടോ. വെള്ളത്തിലേക്ക് ഡീപ്പ് ആയിട്ടുള്ള ഏരിയകളിലേക്ക് ഇറങ്ങരുതെന്ന് മാത്രം. ഇവിടെ കണ്ടോ ഒരു ചരലാണ്, മുങ്ങിപ്പോവില്ല. ഇവിടുന്ന് ഒരു ഏകദേശം ഒരു അവിടെ വരെയൊക്കെ ആ ചരലുണ്ട് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടാണ് പ്രശ്നമുള്ളത്. അവിടുന്ന് ഇച്ചിരി ആയിരിക്കില്ല, കുറച്ച് അധികം ആളുണ്ടാവും. ഇവിടെ എവിടെ വേണമെങ്കിലും ഇറങ്ങാം.
ആ അറ്റം മാത്രം അങ്ങനെ അടിക്കുന്നുണ്ടോ? ഇങ്ങോട്ട് വന്ന വഴി കാണിക്കാതിരിക്കാൻ പറ്റില്ല കേട്ടോ. കുത്തനെയുള്ള കയറ്റാണ്. ഇറങ്ങി വന്നപ്പോഴും തന്നെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ ഇത്രയും വലിയ കയറ്റാന്ന് അറിഞ്ഞില്ലായിരുന്നു അല്ലെ. ഇവിടെ റിസോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. പക്ഷെ ഇന്നിപ്പോ എസിന്റെ ആവശ്യമില്ല. ഇല്ല, നല്ല ഈ പ്രത്യേകിച്ച് എന്താണെന്നറിയോ, ഈ മേപ്പാടി സൈഡിലേക്ക് വരുമ്പോ എസിന്റെ ആവശ്യമേ വരില്ല. കാരണം അവിടെ എപ്പോഴും ഈ ഒരു ക്ലൈമറ്റ് ആണ് ഇവിടെ ഉള്ളത്. നമ്മുടെ വീടിന്റെ ആ ഒരു ഏരിയനേക്കാളും കൂടുതൽ തണുപ്പാണ് മേപ്പാടി. ആ ഒരു വശം മേപ്പാടി വടുവഞ്ചാല് അങ്ങനെ ഇച്ചിരി കൂടി ഹൈറ്റ് ആണോ അതിന്റെ ആണോ തേയിലേന്റെ ഒക്കെ ആയിരിക്കും, ആർക്കറിയാം. എന്തായാലും ദൈവത്തിന്റെ ഓരോ ഇതാണത്. ഇവിടുന്ന് അങ്ങോട്ട് ഇനി കോൺക്രീറ്റ് വഴിയാട്ടോ. അതാ വളവാണ് കാണണ്ടേ. അല്ല, വളവാണ് കാണണ്ടേ. അല്ല, എനിക്ക് തോന്നുന്നത് അറിയോ, ഇത് പൊളിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിട്ടൊക്കെ ചെയ്തേക്കുന്നതായിരിക്കും. അതാണ് കാരണം. ഈ വണ്ടികൾ വലിയ വണ്ടികൾ വരുവാണെങ്കിൽ ഇവിടെ ശരിക്കും ബസ്സൊക്കെ വരുന്നതാണ് ഇവിടെ. ഇപ്പൊ നമ്മള് ഉച്ച കഴിഞ്ഞല്ലോ. നമ്മള് ഉച്ചയും കഴിഞ്ഞല്ലോ. ഇത് കണ്ടോ, ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ? ഇഷ്ടംപോലെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. പക്ഷെ വേറൊരു കാര്യമാണ്, ഇത് മറ്റു വാട്ടർഫാൾസ് പോലെ അല്ലല്ലോ. അധികം നടക്കൊന്നും വേണ്ട. കുറഞ്ഞ ദൂരം നടന്നാൽ നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്തും. അങ്ങനെയുള്ളൊരു സെറ്റപ്പ് ആയതുകൊണ്ട് അധികം നടക്കുകയും വേണ്ട. അപ്പൊ പെട്ടെന്ന് എത്താം. 100 മീറ്റർ അല്ലേ ഉള്ളൂ. നമുക്ക് പോവാം. നമ്മൾ ഈ വാട്ടർഫോൾസ് കാണാൻ വേണ്ടി പോകുമ്പോ നമ്മള് കാപ്പി എസ്റ്റേറ്റിന്റെ ഉള്ളിൽ കൂടിയാണ് കേട്ടോ പോവാ. അപ്പൊ ചേട്ടായിന്റെ ഒക്കെ പഴയ വര ഇതെന്താ സാധനം. അപ്പൊ നമ്മള് പറയും കാപ്പിക്കുരു. അപ്പൊ അവർക്കൊന്നും അറിയില്ല കേട്ടോ കോഫി. അവർക്ക് ഈ കോഫി ഇങ്ങനെയാണ് കിടക്കുന്നതെന്ന് അറിയില്ല. അത് മലയാളി ചേട്ടന്മാര് അങ്ങനെയുള്ളവർ വന്നിട്ട് ചോദിച്ചിട്ടുണ്ട് എന്താ സംഭവം. കാരണം ചില ടൗൺ ഏരിയയിലേക്കൊന്നും കാപ്പി കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവര് ഈ കാപ്പി പൊടിഞ്ഞിരിക്കുന്നതല്ലേ അവര് കണ്ടിട്ടുണ്ടാവുള്ളൂ. അത് ഇങ്ങനെയാണ് കിടക്കുന്നത് അവർക്ക് അറിയില്ലുണ്ടാവില്ല. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇത് കാണിക്കുന്നത് കേട്ടോ. ആരും കളിയാക്കാൻ നിൽക്കരുതേ. കാരണം അങ്ങനെയുള്ള ആൾക്കാർ കുറേ പേരുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇത് ഏതൊരാളും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. ഇതുണ്ടോ, കാപ്പിക്കുരു പിന്നെ പഴുത്ത് കിടക്കുകയാണ്. എസ്റ്റേറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ മൊത്തം പറിച്ചൊന്നും എത്തി കാണില്ലായിരിക്കും. കണ്ടോ, 2 സൈഡിലും ഇത് തന്നെയാണ് കേട്ടോ. ഈ സൈഡിലും ഉണ്ട്, ഈ സൈഡിലും ഉണ്ട്. ഫുള്ള് പഴുത്തെടുക്കുക. ഇത് പച്ചയായിരിക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക. എന്തോ ഇത് പച്ചയാണ്, അത് പഴുത്തിട്ടുള്ളത്. ഈ കാപ്പിക്കുരു മൊത്തം പറിക്കും, എന്നിട്ട് ഉണക്കും, എന്നിട്ട് വിൽക്കുമ്പോ അവരെന്താ ചെയ്യാന്നറിയോ, അവരതിന്റെ കുരു ഉള്ളില് അത് കാണിച്ചു കൊടുത്തില്ലല്ലോ. ഇതെങ്ങനെയാണെന്നറിയോ, ഇത് ഉണക്കൂന്ന് പറഞ്ഞു. പക്ഷെ ഇതിന്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തന്നില്ലല്ലോ. ഇത് നന്നായിട്ട് പഴുത്തിട്ടില്ല കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് കുരു. ഇതിപ്പോ ഈ കുഞ്ഞു കായ ആയതുകൊണ്ട് നല്ല കായ്ക്കൊക്കെ വലിയ കായ ഉണ്ടാവും കേട്ടോ. ഇത് ഉണക്കി, ഇതാണ് അവര് പൊടിച്ച് നമ്മുടെ കാപ്പിപ്പൊടി ആക്കുന്ന കേട്ടോ. 2 കുരു ഉണ്ടാവും ഒരെണ്ണത്തിന്റെ ഉള്ളില്. ഇതേ നല്ല വ്യത്യാസം വലുത്. ഞാനിതിനു മുമ്പ് ഈ കാപ്പി ഉണക്കക്കാപ്പി ഇല്ലേ, ഉണക്കക്കാപ്പി കുത്തി അതിന്റെ പരിപ്പ് എടുത്തിട്ട് കയറ്റി വിടുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഓക്കേ, നമുക്ക് ഇവിടുന്ന് പോവാം. അപ്പൊ നമുക്ക് എന്തായാലും പോവാം. അങ്ങനെ ഞങ്ങള് വീട്ടിലേക്ക് എത്തി കേട്ടോ. വീട്ടിലെത്തി. ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് പോന്നപ്പോ ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. കാരണം എന്താ പറയാ, വഴിയായി പോകും, അല്ലെ മൊത്തത്തിൽ വഴിയായി പോകും. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ എടുക്കാതെ. അപ്പൊ ഇനി വരും വീഡിയോസിൽ പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് കാണാം. അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണുന്നോടും വരെ ബൈ.